ഇസ്രായേൽ രാജാവായ യഹോവാഹാസിന്റെ മകനായ യോവാശിന്റെ 2-ാം ആണ്ടിൽ യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരുശലേമിൽ 29 സംവത്സരം വാണു. യെരുശലേംകാരിയായ അവന്റെ അമ്മയ്ക്ക് യഹോവദാൻ എന്നു പേര്. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ പിതാവായ ദാവീദ് എന്ന പോലെ അല്ലതാനും തന്റെ അപ്പനായ യോവാശ് ചെയ്തതുപോലെയൊക്കെയും അവൻ ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. രാജ്യത്വം അവന് സ്ഥിരമായപ്പോൾ തന്റെ അപ്പനായ രാജാവിനെ കൊന്ന ഭൃത്യന്മാരെ അവൻ കൊന്നുകളഞ്ഞു. എന്നാൽ പുത്രന്മാർക്ക് പകരം പിതാക്കന്മാരും പിതാക്കന്മാർക്ക് പകരം പുത്രന്മാരും മരണശിക്ഷ അനുഭവിക്കരുത്. താന്താന്റെ പാപത്തിന് താന്താൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് യഹോവ കൽപ്പിച്ചതായി മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ ആ കൊലപാതകന്മാരുടെ മക്കളെ കൊല്ലാതിരുന്നു. അവൻ ഉപ്പുതാടിയിൽ വെച്ച് ഏദോമിരിൽ 10,000 പേരെ കൊന്നു. സേലയെ യുദ്ധം ചെയ്ത് പിടിച്ച് അതിന് യൊക്തയേൽ എന്ന് പേര് വിളിച്ചു. അതിന്നുവരെയും പറഞ്ഞു വരുന്നു. ആ കാലത്ത് അമസ്യാവ് യേഹുവിന്റെ മകനായ യഹോവാഹാസിന്റെ മകൻ യഹോവാശ് എന്ന ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. വരിക, നാം തമ്മിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു. അതിന് ഇസ്രായേൽ രാജാവായ യഹോവാശ് യഹൂദ രാജാവായ അമസ്യാവിന് മറുപടി പറഞ്ഞയച്ചത്: ലെബാനോനിലെ മുൾപ്പടർപ്പ് ലെബാനോനിലെ ദേവദാരുവോട് നിന്റെ മകളെ എന്റെ മകനു ഭാര്യയായി തരിക എന്ന് ആളയച്ച് പറയിച്ചു. എന്നാൽ ലെബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നുപോകയിൽ മുൾപ്പടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു. ഏദോമിരെ തോൽപ്പിച്ചതുകൊണ്ട് നീ നിഗളിച്ചിരിക്കുന്നു. പ്രശംസിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ ഇരുന്നു കൊള്ളുക. നീയും നിന്നോടുകൂടെ യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ചെന്ന് ചാടുന്നത് എന്തിന്? എന്നാൽ അമസ്യാവ് കേട്ടില്ല. ആകയാൽ ഇസ്രായേൽ രാജാവായ യഹോവാശ് പുറപ്പെട്ടു ചെന്നു. യഹൂദയ്ക്കുള്ള ബേത്ത്ശേമേശിൽ വെച്ച് അവനും യഹൂദ രാജാവായ അമസ്യാവും തമ്മിൽ നേരിട്ടു. യഹൂദ ഇസ്രായേലിനോട് തോറ്റു. ഓരോരുത്തരും താന്താന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. അഹസ്യാവിന്റെ മകനായ യഹോവാശിന്റെ മകൻ അമസ്യാവ് എന്ന യഹൂദ രാജാവിനെ ഇസ്രായേൽ രാജാവായ യഹോവാശ് ബേത്ത്ശേമേശിൽ വെച്ച് പിടിച്ചിട്ടു യെരുശലേമിലേക്ക് വന്നു. യെരുശലേമിന്റെ മതിൽ എഫ്രൈം പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ 400 മുഴം നീളത്തിൽ ഇടിച്ചു കളഞ്ഞു. അവൻ യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട പൊന്നും വെള്ളിയുമൊക്കെയും സകല ഉപകരണങ്ങളും എടുത്ത് ജാമീക്കാരെയും പിടിച്ചുകൊണ്ട് ശമരിയിലേക്ക് മടങ്ങിപ്പോയി. യഹോവാശ് ചെയ്ത മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ പരാക്രമ പ്രവൃത്തികളും അവൻ യഹൂദ രാജാവായ അമസ്യാവോട് യുദ്ധം ചെയ്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. പിന്നെ യഹോവാശ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ശമരിയിൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യൊരോബെയാം അവന് പകരം രാജാവായി. ഇസ്രായേൽ രാജാവായ യഹോവാഹാസിന്റെ മകനായ യഹോവാശിന്റെ മരണശേഷം യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവ് 15 സംവത്സരം ജീവിച്ചിരുന്നു. അമസ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യെരുശലേമിൽ അവന് വിരോധമായി ഒരു കൂട്ടുകെട്ടുണ്ടായിട്ട് അവൻ ലാക്കീസിലേക്ക് ഓടിപ്പോയി. എന്നാൽ അവർ അവന്റെ പിന്നാലെ ലാക്കീസിലേക്ക് ആളയച്ച് അവിടെ വെച്ച് അവനെ കൊന്നുകളഞ്ഞു. അവനെ കുതിരപ്പുറത്ത് വെച്ച് കൊണ്ടുവന്നു യെരുശലേമിൽ ദാവീദിന്റെ നഗരത്തിൽ തന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള അസര്യാവെ കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. രാജാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച ശേഷം ഏലത്ത് പണിതതും അതിനെ യഹൂദയ്ക്ക് വീണ്ടുകൊണ്ടതും ഇവൻ തന്നെ. യഹൂദ രാജാവായ യോവാശിന്റെ മകൻ അമസ്യാവിന്റെ 15-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ യോവാശിന്റെ മകൻ യൊരോബെയാം രാജാവായി ശമരിയിൽ 41 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളൊന്നും വിട്ടുമാറിയില്ല. ഗത്ഹേഫർക്കാരനായ അമീഥായുടെ മകനായ യോനാ പ്രവാചകൻ എന്ന തന്റെ ദാസൻ മുഖാന്തരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്ത വചനപ്രകാരം അവൻ ഹമാത്തിന്റെ അതിർ മുതൽ അരാബിയിലെ കടൽ വരെ ഇസ്രായേലിന്റെ ദേശത്തെ വീണ്ടും സ്വാധീനമാക്കി. ഇസ്രായേലിന്റെ കഷ്ടത എത്രയും കഠിനം, സ്വതന്ത്രനോ അസ്വതന്ത്രനോ ഇല്ല, ഇസ്രായേലിന് സഹായം ചെയ്യുന്നവനും ഇല്ല എന്ന് യഹോവ കണ്ടിട്ട് ഇസ്രായേലിന്റെ പേർ ആകാശത്തിൻ കീഴിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യാതെ യോവാശിന്റെ മകനായ യൊരോബെയാം മുഖാന്തരം അവരെ രക്ഷിച്ചു. യൊരോബെയാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവൻ യുദ്ധം ചെയ്തതും യഹൂദയ്ക്ക് ഉണ്ടായിരുന്ന ദമേശേക്കും ഹമാത്തും ഇസ്രായേലിനെ വീണ്ടുകൊണ്ടതിൽ അവൻ കാണിച്ച പരാക്രമവും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യൊരോബെയാം ഇസ്രായേൽ രാജാക്കന്മാരായ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ സഖര്യാവ് അവന് പകരം രാജാവായി.